ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരാഴ്ച വരേക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ ഫ്രൂട്ടിയാണ്. നമ്മൾ ഈ ഒരു ഫ്രൂട്ടി ഒരു പ്രാവശ്യം വീട്ടിലൊന്ന് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാനേ പോവില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു ചൂട് സമയത്ത് നമ്മളിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കളിച്ച് ക്ഷീണിച്ച് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഞെട്ടിപ്പിക്കാനും പറ്റും ഈ ഒരു ഫ്രൂട്ടി വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാംഗോ ഫ്രൂട്ടി തയ്യാറാക്കാനായിട്ട് ഞാൻ മൊത്തത്തിൽ 4 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 3 മാങ്ങ നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങയും ഒരെണ്ണം പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ 3 അൽഫോൺസ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 മാങ്ങയ്ക്ക് ഒരു പച്ചമാങ്ങ കറക്റ്റായിട്ടുള്ളൊരു അളവായിരിക്കും. നമുക്ക് ആ ഒരു ഫ്രൂട്ടിക്ക് ആ ഒരു പുളിപ്പൊക്കെ കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഈ 4 മാങ്ങയും നമുക്ക് നല്ലതുപോലെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കാം. തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കുടിക്കുന്ന ഫ്രൂട്ടിയിൽ ആ ഒരു ജ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു ഫ്രൂട്ടിയിൽ കുറച്ച് പച്ചമാങ്ങയൊക്കെ ഒന്ന് ഇട്ട് നമ്മൾ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് കടിക്കത്തക്ക രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ 4 മാങ്ങയും ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മാങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഞാൻ പഴുത്ത മാങ്ങ മുഴുവനായിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പച്ചമാങ്ങയുടെ പകുതി മാത്രം നമുക്ക് ആദ്യം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുക്കാം. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒട്ടും തന്നെ പഞ്ചസാരയും ഈ ഒരു സമയം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മാങ്ങ മാത്രം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളൊന്നും വരാത്ത രീതിക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ജ്യൂസ് നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മളിങ്ങനെ ജ്യൂസ് അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിൽ ചെറുതായിട്ട് നാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രൂട്ടി നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നല്ലതുപോലെ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചമാങ്ങയിലോ അതുപോലെ തന്നെ പഴമാങ്ങയിലോ ഒക്കെ ചില മാങ്ങകളിൽ നാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ജ്യൂസ് നല്ല ക്ലീൻ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. പക്ഷേ മാങ്ങ തിളച്ച് കഴിയുമ്പോഴത്തേക്കും പുറത്തോട്ട് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം തിളപ്പിച്ച് എടുക്കാനായിട്ട്. ഇനി മാങ്ങയൊന്ന് തിളച്ച് ഒരു 5 മിനിറ്റോളം നമുക്ക് മാങ്ങയൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു സമയം നമുക്ക് കൈയെടുക്കാതെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നവരേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ മാങ്ങയുടെ ബാക്കി പകുതി മാങ്ങ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അച്ചാറിനൊക്കെ ഇടുന്ന പോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ആ മാങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു 7 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ കഷ്ണങ്ങളും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം 1 മിനിറ്റോടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. മാങ്ങ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരുപാട് സമയം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് ഉടഞ്ഞു പോകും. കടിച്ച് കഴിക്കാൻ പാകത്തിന് കിട്ടില്ല, നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ അത് നമുക്ക് ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു 8 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അത്യാവശ്യം നന്നായിട്ട് തണുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 3 കപ്പ് അളവിൽ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടി ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഫ്രൂട്ടിയുടെ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത്. നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടായിരിക്കും ഈ ഒരു ജ്യൂസ് ഇരിക്കുന്നത്. നമുക്ക് കുടിക്കാനായിട്ട് നമുക്ക് ആ ഒരു ഫ്രൂട്ടിയുടെ ടേസ്റ്റിൽ വരില്ല. ഇപ്പം ഞാൻ 3 കപ്പ് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരേക്കും ഐസ് ക്യൂബ്സ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബ്സ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും
മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പേ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ടി വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഫ്രിഡ്ജിൽ ഒരാഴ്ച വരേക്കും വെച്ച് കുടിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കുടിച്ചാലും നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഒന്ന് ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഫ്രൂട്ടി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.